അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ സംസ്ഥാനത്തൊട്ടാകെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെയൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഖിദ്മത്തുകളും അവൻ്റെ പൊരുത്തത്തിലേക്ക് തിരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് മാസം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. നമ്മുടെ രാജ്യം ഒറ്റപ്പെടലിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും കയ്പുനീരുകൾ അനുഭവിച്ച് ഏറെ വിഷമിച്ചു പോയ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ തെളിനീർ കണ്ട് ആനന്ദിച്ച അനുഗ്രഹീതമായ ഒരു മാസമാണ് ഓഗസ്റ്റ്. നമുക്കറിയാം, വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യൻ ജനത 1857 മുതൽ നീണ്ട 90 വർഷം നടത്തിയ സമര പോരാട്ടങ്ങളുടെ നേട്ടമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം. ഈ വരുന്ന ഓഗസ്റ്റ് 15 അതിൻ്റെ 7.5 പതിറ്റാണ്ടുകൾ നമ്മൾ പിന്നിടുകയാണ്. നമുക്കറിയാം, മഹാനായ നെഹ്റുവിൻ്റെ പ്രഖ്യാപനം ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ ഒരു പൊതുജീവിതത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ഇന്ത്യയിലെ വിഷമിച്ചു പോയ നീറുന്ന സമൂഹങ്ങളാണ് ഒരു കുളിർമഴ പോലെ കേട്ടുപോയത്. കച്ചവടത്തിൻ്റെ കുടിൽ ലക്ഷ്യങ്ങളുമായി 1498 ഭാരതത്തിലെ വാസ്കോ ഡി ഗാമയിൽ തുടങ്ങുകയാണ് ഇന്ത്യൻ വൈദേശിക ആധിപത്യത്തിൻ്റെ കിരാള അടിമത്തം എന്ന് പറയുന്നത്. പിന്നീട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുകയായിരുന്നു ഇന്ത്യ എന്ന് നമുക്കേവർക്കും അറിയുന്ന ഒരു സത്യമാണ്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയുടേതായ സ്വാതന്ത്ര്യം പഴയ കാലത്തെക്കാളും മതപ്പതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മടങ്ങുകയാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. കാരണം എന്നും എക്കാലവും ചരിത്രങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞിരുന്ന സ്വതന്ത്ര സമര കാലയളവുകളിൽ മുഖ്യ പങ്കും വഹിച്ചിരുന്ന സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ നല്ലൊരു ശതമാനവും അതിനുവേണ്ടി പണിയെടുത്ത് ജീവൻ ബലിയർപ്പിച്ച മുന്നോറുകളായ പൂർവസൂരികളായ മുസ്ലിം സമുദായ നേതാക്കന്മാരെ ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റാൻ വരെയുള്ള തീരുമാനങ്ങളും അത്തരത്തിലുള്ളതായ ദുഷ്ടലാക്കോടുകൂടിയുള്ള ചരിത്ര ഗവേഷകന്മാരുമുള്ള ഒരു ആധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം ഒരു സമൂഹത്തിലാണ് വർഷങ്ങളായി ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ വളരെ വിപുലമായ രീതിയിൽ സിംബോസിയങ്ങളും അതുപോലെ ക്യാമ്പയിനുകളും അതുപോലെ സ്വതന്ത്ര സമര സേനാനികളെ സന്ദർശിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെതായ സഹായങ്ങൾ എത്തിക്കുകയും രാജ്യത്തിന് സമാധാനവും ഒരുമയുടെയും സന്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് വർഷങ്ങളായി ലജ്നത്തുൽ മുഅല്ലിമീൻ ഇന്ത്യൻ സ്വാതന്ത്ര്യം 15 ദിവസങ്ങളായിട്ടാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നും നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്, ഇത്തരം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ മുന്നോറുകളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പടയോട്ടം നടത്തിയത് എന്നത് വസ്തുതാപരമായ ഒരു സത്യം തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ഐതിഹാസികമായ പോരാട്ടമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. 77.5 പതിറ്റാണ്ടുകൾക്ക് അപ്പുറം ഈ മലബാർ കലാപം നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൽ രക്തം കൊണ്ടു തീർത്ത പോരാട്ടം. പക്ഷേ ഇന്ന് അവഗണനയുടെ കയ്പ് നീർ കുടിച്ചുകൊണ്ട് നഗ്നമായ ചരിത്ര ബലാത്സംഗത്തിനിരയായി മലബാർ കലാപം ഇന്നും ഒറ്റപ്പെട്ട് കഴിയുന്നു എന്നത് വസ്തുതയാണ്.
ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1921 മലബാറിലെ മാപ്പിളമാർ നടത്തിയ സമരത്തെ അംഗീകരിക്കാൻ പോലും സ്വതന്ത്ര ഭാരതത്തിലെ ചരിത്ര ഗവേഷകന്മാർ തയ്യാറാകുന്നില്ല. എന്തിനും ഏതിനും വർഗീയത കാണുന്നവർ, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന് വാദിക്കുന്നവർക്ക് ഈ നാടിൻ്റെ മോചനത്തിന് മുസ്ലിമുകൾ ഒന്നും ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇത്ര വെമ്പൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാതന്ത്ര്യ സമര സേനാനികളായി രംഗപ്രവേശനം ചെയ്യുന്ന പുതിയ അവകാശവാദങ്ങളുമായി കടന്നു വരുന്നവർ പക്ഷേ ഏറനാടിന്റെ മാപ്പിള കർഷകർ സഹിച്ച ത്യാഗത്തിന്റെ 100% ഈ നാടിന്റെ മോചനത്തിനായി സഹിച്ചിരുന്നുവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വെള്ളക്കാരന്റെ ചെരുപ്പ് നക്കികളായ ഫാസിസ്റ്റ് പൂർവികർ ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളായി വാഴ്ത്തപ്പെടുന്ന വിരോധാഭാസമാണ് പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. മലബാർ കലാപത്തെ അതിൻ്റെ ദേശീയ കാർഷിക പ്രാധാന്യം ഒന്നും പരിഗണിക്കാതെ മലബാറിലെ മുസ്ലിമുകൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ കലാപം എന്ന് വ്യാഖ്യാനിക്കുന്നവർ ശരിക്കും സത്യത്തിൽ ഈ നാടിൻ്റെ ചരിത്ര സത്യങ്ങളെ കയ്യും കാലും വരിഞ്ഞു മുറുക്കി നഗ്നമായി ബലാസംഗം ചെയ്യുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നാം വളരെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണിതൊക്കെ. നമുക്കറിയാം, ആരൊക്കെ മറച്ചു വെച്ചാലും ചില ചരിത്രകാരന്മാർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പ് എന്ന് പറയുന്നവർ 1996 ഓഗസ്റ്റ് 18 മാതൃഭൂമി വരാന്തപ്പതിപ്പിലെ ഈ ലേഖനത്തിൽ അദ്ദേഹം കുറിക്കുന്നത് കാണാം. ബ്രിട്ടീഷുകാർ ശിപായിലകളെ എന്ന് വിളിച്ചു വന്ന 1857 സായുധ വിപ്ലവത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ പൊട്ടിത്തെറി 1921 മലബാർ കലാപമായിരുന്നു. കാരണം ഒരു ശത്രു രാജ്യത്തെ കീഴടക്കേണ്ട തന്ത്രങ്ങൾ എത്രത്തോളം വേണ്ടിയുണ്ടോ അത്രയേറെ തന്ത്രങ്ങളും അതുപോലെ യുദ്ധസന്നാഹങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഏറനാടൻ പ്രദേശങ്ങൾ വീണ്ടും പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷ് ആസൂത്രണം നടത്തിയത് എന്ന് പറയുമ്പോൾ തന്നെ ഏറനാടിൻ്റെ മാപ്പിളമാരുടെ ചെറുത്തുനിൽപ്പ് ബ്രിട്ടീഷുകാർക്ക് എത്രമാത്രം വേദനയുണ്ടാക്കിയിട്ടുണ്ട്, പ്രതിരോധം തീർത്തിട്ടുണ്ട് എന്ന് ആ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമുക്കറിയാമല്ലോ ഈ ഇന്ത്യയിൽ കടന്നുപോയ കഴിഞ്ഞുപോയ രാജാക്കന്മാരെക്കുറിച്ചും ഈ രാജ്യത്തെ നീതിയും ഈ രാജ്യത്തെ സമത്വവും പഠിപ്പിച്ച ഔറംഗസീബിനെ പോലെയുള്ള മഹത്തുക്കളായ രാജാക്കന്മാർ. ഇന്ന് നോക്കിക്കേ, ഔറംഗസീബ് ഹിന്ദു വിരുദ്ധനായിരുന്നുവെന്ന് അദ്ദേഹത്തിനെതിരെ പ്രധാന ആരോപണം പറയുന്ന എത്രയോ ചരിത്രം അറിയാത്ത ആളുകളുണ്ട്. ഇത് അസംബന്ധമാണ്. കാരണം ഇന്ന് നാം ചിന്തിച്ചു നോക്കിക്കേ, ഇന്ന് മാറി വരുന്ന സർക്കാരുകൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അവരുടെയും അവരുടെ കീഴിലുള്ള മന്ത്രിമാരുടെയും എണ്ണങ്ങളിലോ അവരുടേതായ ഓഫീസ് സെക്രട്ടറിമാരുടെയും എണ്ണങ്ങളിലോ ഉള്ള ആളുകളുടെ മുസ്ലിം നാമങ്ങളുടെ പേരൊന്ന് പുറത്തു വിടാൻ പോലും ധൈര്യമില്ലാത്തടത്ത് ഔറംഗസീബ് തൻ്റെ ഭരണത്തിൽ ജനങ്ങളെയെല്ലാം തുല്യതയോടെ കണ്ടുകൊണ്ട് ഔറംഗസീബിൻ്റെ ഭരണരംഗത്ത് ഹൈന്ദവ നേതാക്കൾക്ക് കൂടി പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഇന്ത്യയുടേതായ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഏറ്റവും വലിയ ഒരു ലക്ഷ്യം കാട്ടിക്കൊടുത്ത വലിയൊരു വീരേതിഹാസം രചിച്ച രാജാവായിരുന്നു. മുസ്ലിം എന്ന പേര് കേൾക്കുമ്പോൾ എന്തിന് ഇത്രയേറെ വിറകൊള്ളണം? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമൂഹ്യക്ഷേമത്തിന് വേണ്ടിയും ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. രാഷ്ട്രീയപരമായിട്ടായാലും ഔദ്യോഗിക തലങ്ങളിലായിരുന്നാലും സംവരണങ്ങളിലായിരുന്നാലും കിട്ടേണ്ടുന്നതായ ആനുകൂല്യം പോലും വെട്ടിക്കുറച്ച് പാവപ്പെട്ടവൻ്റെ എച്ചിൽ ചട്ടിയിൽ കൈയിട്ട് മാറുന്ന സർക്കാരിൻ്റെ നിലപാടുകൾ അതുപോലും ക്ഷമിച്ചുകൊണ്ട് ഒരു പരാതി പോലും പറയാതെ മാറി നിൽക്കുന്ന ഈ സമൂഹത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ നേടി എന്ന പേര് പറഞ്ഞുകൊണ്ട് ചില വിവരമില്ലാത്ത അൽപ്പന്മാർ പ്രതിരോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏതായിരുന്നാലും കഴിഞ്ഞുപോയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു നടുവീര്യത്തിലാണോ അടുത്ത ഒരു സമൂഹം കടന്നു വരുന്നത് എന്ന് പോലും സംശയിച്ചു പോകുന്നൊരവസ്ഥ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്തരുണത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും അതുപോലെ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സമകാലീന വായനയും നടത്തുന്നതിലേക്കാണ് വർഷങ്ങളായ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നീണ്ട 15 ദിവസത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടക്കുന്നത്.
1 മുതൽ 14 വരെ ഓൺലൈൻ ക്യാമ്പയിനായിട്ടും 15-ൻ്റെ അന്ന് ഓഫ്ലൈനായിട്ടും നടത്തപ്പെടുന്ന ഈ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യദിന സമാപന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമായ വാക്യത്തോടെ അള്ളാഹു ഈ രാജ്യത്ത് സമാധാനവും ഒരുമയും മതേതരത്വവും സൗഹൃദവും സഹിഷ്ണുതയും നിലനിർത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുത്തുക്കോയ തങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.